ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ജീവിതത്തിൽ എനിക്ക് വലിയൊരു ഉപദേശം കിട്ടിയ ഒരു സമയമാണ്. ഞാനൊരു ദിവസം ഒരു മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബഗ്ദാദിലെ വലിയ പള്ളി, അന്നും ഇന്നും അത് വലിയ പള്ളിയാണ്, ഷൗനീസിയ പള്ളി. ആ പള്ളിയുടെ പരിസരത്താണ് ഒരുപാട് മഹാന്മാരുടെ മഖ്ബറയുള്ളത്. സിയാറത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്ന ഒരു ജനാസ നിസ്കാരത്തിന് ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഒരാരോഗ്യം തോന്നിക്കുന്നൊരു മനുഷ്യൻ എല്ലാവരോടും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് കാശ് വാങ്ങുന്നു, ഒരു യാചന. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, നമ്മളെ മനസ്സിൽ തോന്നല്ല, നമ്മൾ പറയുന്നേയും മഹാനവറുകൾ എന്റെ മനസ്സിൽ തോന്നി, ഇയാൾക്ക് എന്താ ഒന്ന് അധ്വാനിച്ച് ജീവിച്ചൂടെ, നല്ല ആരോഗ്യം ഉണ്ടല്ലോ കണ്ടിട്ട്, ആരോഗ്യവാനാണ്, എന്തിനു യാചിക്കാൻ നടക്കുന്നത്? എന്റെ മനസ്സിലങ്ങനെ തോന്നി. അദ്ദേഹം എങ്ങനെ യാചിക്കുന്നു, അത് സ്വന്തത്തിന് വേണ്ടിയാണോ വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടിയാണോ ഒന്നും അറിയില്ല. ആളുകളോടൊക്കെ ഇങ്ങനെ കൈ കാണിച്ച് ഇങ്ങനെ കാശ് വാങ്ങുന്നു. കുറച്ച് കഴിഞ്ഞ് മയ്യത്ത് അവിടെ വന്നു. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, ഞാനും പിരിഞ്ഞുപോയി. എനിക്ക് രാത്രി ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് ഒരുപാട് ദിക്ർ ചൊല്ലാനും നിസ്കരിക്കാനും ദ്വാരക്കാനും ഔറാദുകളും പലതുണ്ട്. പക്ഷെ അന്ന് രാത്രി ഒന്നും ശരിയാകുന്നില്ല. ഞാൻ എഴുന്നേറ്റു, ഞാൻ ഉറങ്ങി വീഴാണ്. നിസ്കാരത്തിൽ തന്നെ എനിക്ക് ഉറക്കം വരിക. അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, എന്തൊരു അപകടം എനിക്ക് പറ്റിയത്. ദിക്ർ ചൊല്ലാനിരിക്കുമ്പോ പിന്നെയും ഉറക്കം തൂങ്ങുക. സുബ്ഹാനല്ലാഹ്, ഉറക്കം തൂങ്ങുമ്പോ ഞാൻ പോയിട്ട് മുഖം കഴുകി വരുന്നു, പിന്നെയും ഉറക്കം വരുന്നു. ഒന്നിനും ഒരു ഇഖ്ലാസ് കിട്ടുന്നില്ല, ആത്മാർത്ഥതയും ആത്മീയതയും കിട്ടുന്നില്ല. ഞാനാകെ കുടുങ്ങിപ്പോയി. നിസ്കരിക്കുമ്പോഴും ഉറക്കം, നിസ്കരിച്ചുകൊണ്ട് ദിക്ർ ചെല്ലുമ്പോഴും ഉറക്കം. ആത്മീയമായ ഒരു പുരോഗതിയും എന്റെ മനസ്സിലേക്കൊരു ടച്ചും വരാതെ മുഴുവനും തടസ്സപ്പെട്ടതുപോലെ ഉറങ്ങി ഞാനൊരു ഭാഗത്തങ്ങ് വീണു. സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗത്ത് ഞാൻ വീണപ്പോ വലിയ വലിയ മഹാന്മാരെ ഞാൻ കണ്ടുപോയി. അവരൊക്കെ എന്റെ മശായിഖുമാരിൽപ്പെട്ട ആളുകളാണ്. പലർക്കും ഞാൻ നിത്യേന ഫാത്തിഹ ഓതുന്ന ആത്മീയ ബന്ധമുള്ളവരാണ്. വലിയ വലിയ മശായിഖന്മാര്. ഈ പകല് സമയത്ത് യാചിച്ച് നടന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ എന്റെ മുന്നിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് എന്നോട് പറയുന്നു, കുല്ലഹ്മഹൂ, ഇദ്ദേഹത്തിന്റെ ഇറച്ചി തിന്നോളൂ, വേണ്ടത്ര തിന്നോളൂ ഇറച്ചി. ഫഖദ്